കാലഘട്ടത്തിൽ കുറെ ഈ ടീനേജ് ഗേൾസ് ഒക്കെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാണ്. ഈ കൊറിയൻ വെബ് സീരീസ് കാണുമ്പോൾ അവർക്ക് കുറെ റിലാക്സ്ഡ് ആവും. അതുപോലെ തന്നെ അവരുടെ സ്ട്രെസ് ആയിരിക്കുമ്പോഴൊക്കെ അത് കാണുമ്പോൾ അവർക്ക് കുറെ റിലാക്സേഷൻ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊറിയൻ വെബ് സീരീസ് അവരെ പിന്നെ അതുപോലെ തന്നെ അവരെ കുറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിലൂടെയൊക്കെ അവരുടെ ഒരു കൊറിയൻ ടച്ച് ഒക്കെ അവരുടെ ജീവിതത്തിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. കൊറിയൻ വെബ് സീരീസിനെ കുറിച്ച് എനിക്ക് അതൊരു ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തില്ല. പക്ഷേ എൻ്റെ സ്റ്റുഡൻസ് കുറച്ച് പേര് ഇതിനെക്കുറിച്ച് ഇത് കാണുന്ന കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. ഇപ്പം പല പല കാരണങ്ങൾ കൊണ്ട് ഇപ്പം ഞാനായിട്ട് പറഞ്ഞതുകൊണ്ട് നിർത്തിയാണോന്ന് എനിക്കറിയില്ല. അങ്ങനെ നിർത്തിയ പിള്ളേരെ എനിക്കറിയാം. അപ്പം ഇതിൽ പറ്റുന്നൊരു കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പലപ്പോഴും ഇപ്പം ഈ സൂപ്പർമാനെയാണോ അതോ ഈശോനെയാണോ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഷ്ടത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ പ്രായം മുതലേ പിള്ളേർ പറയും സൂപ്പർമാനെയാണ്. ആണേ, ആ ഒരു സൂപ്പർ നാച്ചുറൽ പരിവേഷം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഇപ്പം ഈ കൊറിയൻ വെബ് സീരീസിൽ എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിൽ ഒരു അഡിക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിപ്പോൾ കൊറിയൻ വെബ് സീരീസ് ആയിക്കോട്ടെ, കാർട്ടൂൺസ് ആയിക്കോട്ടെ, എന്താണേലും. ഇപ്പം ഞാനിങ്ങനെ ഒരു അടുത്തിടയ്ക്ക് നമ്മുടെ ഈ പെപ്പ പിഗ് എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? അതൊരു ഒരുപാട് പിള്ളേരെ അഡിക്റ്റഡ് ആക്കിയേക്കുന്ന ഒരു ഗെയിമാണ്, ഒരു കാർട്ടൂണാണത്. അപ്പോൾ അതിൽ നിന്ന് റിസൈൻ ചെയ്ത ഒരു പുള്ളിയുടെ ടോക്ക് യൂട്യൂബിൽ കിടപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് റെഫറൻസ് തരാൻ പറ്റത്തില്ല, ഞാൻ മറന്നുപോയി, പണ്ട് കേട്ടതാണ്, പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കളർ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് ആൾക്കാരുടെ അറ്റൻഷൻ സീക്കുകയാണ്. അപ്പൊ ഇതേ പ്ലാനിങ്ങിന്റെ കുറച്ചും കൂടെ ഹൈ എൻഡ് വേർഷൻ ആയിരിക്കണം ഈ കൊറിയൻ വെബ് സീരീസിലുള്ളത്. ആക്ച്വലി കൊറിയൻ വെബ് സീരീസ് കാണുന്ന കൂടുതൽ ഗേൾസും പറയുന്നത് ആക്ച്വലി ഒരു സമാധാനം കിട്ടാനായിട്ട്, അല്ലെ ഒരു വെറൈറ്റി ഫീൽ ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിലും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്നവർക്ക് കൊറിയൻ വെബ് സീരീസ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ കൂടുതൽ പീസ് ഓഫ് മൈൻഡ് ആയിട്ടുള്ള വെബ് സീരീസ് ആണ്. അപ്പം അതെല്ലാം കൂടുതൽ അഡിക്റ്റഡ് ആവുന്ന ആ കാരണങ്ങൾ കൊണ്ടായിരിക്കുമോ? ഒരു പക്ഷെ ആയിരിക്കാം. അപ്പം അവർ അവരുടെ ഒരു അഫെക്ഷനേറ്റ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടാത്ത, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒന്ന്, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നതുകൊണ്ടായിരിക്കണമല്ലോ അവരതിൻ്റെ അത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ കൊറിയൻ വെബ് സീരീസ് കാണുന്നത് ഈ യൂത്ത് മാത്രമല്ല. അപ്പം നമ്മുടെ നാട്ടിലോട്ടൊക്കെ ഈ കൊറിയൻ വെബ് സീരീസ് ഒക്കെ വന്നത് വളരെ ലേറ്റ് ആയിട്ടാണെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ ഇവിടെ ഇപ്പം പലപ്പോഴും ട്രെയിനിൽ ഇരിക്കുമ്പോഴാണേലും അല്ലെങ്കിൽ പുറത്തു നടക്കുമ്പോഴാണേലും വളരെ അഡിക്റ്റഡ് ആയിട്ട്, അതായത് ഇവിടെ ചില ഷോപ്സ് പോലും ഉണ്ട് കൊറിയൻ വെബ് സീരീസിൻ്റെ ക്യാരക്ടേഴ്സിനെ അവർ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ചുമ്മാ വഴി കൂടെ പോകുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. കാര്യം അവർ അത്രയ്ക്ക് അഡിക്റ്റഡ് ആണ്. പണ്ട് എനിക്ക് വയലൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു, വയലൻസ് മൂവീസ് അല്ല അതുപോലത്തെ കാര്യങ്ങൾ. അപ്പോൾ അതുകൂട്ട് ഹൊറർ, ഭയങ്കര വയലൻസ്, ഇപ്പം റോങ് ടേൺ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചില മൂവീസൊക്കെ പണ്ട് ഞാൻ ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് കാണാൻ വേണ്ടി നോക്കി നിൽക്കുമായിരുന്നു. ഞാൻ ഓരോരുത്തരുടെ മെൻറ്റാലിറ്റീനെ അവർ ഇത് ചെയ്യുന്നു. അപ്പം നമുക്ക് ഈ വയലൻസിനോട് താല്പര്യമുള്ളവരെ സംബന്ധിച്ചോളം അതുപോലത്തെ കാര്യങ്ങൾക്ക് പോകും. വേറെ ഏതെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിലോട്ട് പോകും. ഇത് ആൾക്കാരുടെ മെൻറ്റാലിറ്റി മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു വെക്കാൻ ഇവിടെ ആളുകളുണ്ട്. പക്ഷേ ഇപ്പം അതിനെ നല്ല രീതിയിൽ ഒന്ന് എടുത്ത് കാണും. ഇപ്പം നിങ്ങളിതിപ്പോൾ ഈ കൊറിയൻ വെബ് സീരീസിനെ കുറിച്ച് ചോദിച്ചു. ഇപ്പം ഞാൻ എവിടെയും കേട്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരെങ്കിലും ഈ ഒരു സംവിധാനം കാണരുത്, അല്ലെങ്കിൽ അതിനിങ്ങനെ അഡിക്റ്റഡ് ആയി പോകരുത് എന്നൊന്നും പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. കാര്യം ചിലപ്പോൾ അറിയില്ല കേട്ടോ, ചിലപ്പോൾ ഒക്കെ നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുത്താൽ ഇന്നലെ നാളെ നിൽക്കുമായിരിക്കും. പക്ഷേ ഡെഫിനറ്റ്ലി നീ പറഞ്ഞത് നേരാണ്, അതിൻ്റെ അകത്ത് ഒരു അഡിക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അഡിക്ഷനാണ് ഇതിങ്ങനെ പല രീതിയിലോട്ടും നയിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 1.5 വർഷത്തിനകത്താണ് ഒരു പയ്യനോട് ഞാൻ സംസാരിച്ചത്. അപ്പോൾ അവൻ ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പോൾ അവന് ജിമ്മിൽ പോകുന്നതിൻ്റെ അവൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവന് വി ഷേപ്പ് ഉണ്ടാക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഭക്ഷണം വളരെ കുറച്ചാണ് കഴിക്കുന്നത്, പ്രോട്ടീൻ കാര്യങ്ങളും എല്ലാം എടുത്തിട്ട്. അതായത് നമ്മുടെ ഈ അരയുടെ ഭാഗം ഇങ്ങനെ കുറയ്ക്കുന്നത്, അപ്പം ഇങ്ങനെ വിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ നിൽക്കും. ആ ഒരു ക്യാരക്ടർ ഒരു കൊറിയൻ വെബ് സീരീസിൽ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിലോട്ട് അവൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതിനു വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രയത്നിക്കുക. 16 വയസ്സുള്ളൂ, 16-17 വയസ്സ്, അത് കൂടുതലില്ല. അപ്പം പക്ഷേ അങ്ങനെ ആൾക്കാരുണ്ട്. അപ്പം ഇവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ നമുക്ക് പറയാൻ പറ്റി.
ഇപ്പം അദ്ദേഹം കാണുന്നുണ്ടോ ശരി അറിയില്ല കേട്ടോ, ഇപ്പം ഒരു കോണ്ടാക്റ്റ് ഇല്ല. അതെൻ്റെ എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ കോണ്ടാക്ട് വെക്കേണ്ടതായിരുന്നു. പക്ഷേ അന്ന് സംസാരിച്ചത് വെച്ചിട്ടാണെങ്കിൽ അതിനെക്കുറിച്ചൊരു അവയർനെസ് അവന് കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കാണെങ്കിലും പണ്ട് ഇപ്പം ശക്തിമാനൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ? ശക്തിമാൻ എന്നൊക്കെ പറഞ്ഞുള്ള ചുമ്മാ നമ്മളിരുന്ന് കൈ പൊക്കിയിട്ട് നമ്മൾ തന്നെ കറങ്ങിയിട്ടൊക്കെ ഉണ്ട് അല്ലേ? ഇത് ഇൻഫ്ലുവൻസിങ് ആണ്. ഒരു ഇൻഫ്ലുവൻസിങ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു നമ്മൾ ഇൻഫ്ലുവൻസ് ആയി പോകണം. നമ്മളെങ്ങനെ ഇപ്പം ഞാൻ ബലഹീനനായതുകൊണ്ടായിരിക്കാം എന്നെക്കാളും കൂടുതൽ ഒരാളൊരു സംവിധാനം കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ അട്രാക്റ്റഡ് ആവുന്നത്. അത് എൻ്റെ ബലഹീനതയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അവരുടെ ബലഹീനതയാണ്. അവരുടെ ബലഹീനത എന്താണോ അത് പ്രൊവൈഡ് ചെയ്യാൻ ഈ ഒരു സീരീസുകൾക്ക് സാധിക്കുന്നുണ്ട്. അതാണ് അവരുടെ വിജയം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അഡിക്റ്റഡ് ആയിട്ടും അല്ലെ ഇങ്ങനെ കൂടുതൽ മീഡിയ കാണുന്നതും അല്ലെ വെബ് സീരീസ് കാണുന്നതുമായ ഈ കാലഘട്ടത്തില് നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ദൈവമായിട്ട് കൂടുതൽ ഐക്യത്തില് എങ്ങനെയാണ് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്? എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു ഒറ്റപ്പെടല്, കാരണം ഈ ലോകത്തിൽ നിന്ന് മാറി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു ഒറ്റപ്പെടുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുകയാണല്ലോ. അപ്പം ചേട്ടാക്ക് എങ്ങനെയല്ലോ ഒറ്റപ്പെടുന്ന അനുഭവങ്ങളോ അങ്ങനെ എക്സാമ്പിൾസ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഒരു ഒറ്റ വാക്കിൽ വേണം ഉത്തരം പറയാം. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പീഡിപ്പിക്കപ്പെടും. കാരണം ക്രിസ്തുവിന് യോജിക്കുന്നതായി ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു ഒരു കോമ്പിനേഷൻ ആയിട്ട് അല്ലെങ്കിൽ രണ്ടിലും ഒരുപോലെ ഇരിക്കുന്ന ഒരു സംവിധാനമില്ല. രണ്ടും രണ്ടാണ്. ഇത് ഇരുട്ടും ക്രിസ്തു വെളിച്ചവുമാണ്. അത് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണ്. അതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെടേണ്ട അവസ്ഥ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ പേരിലാണ് വെച്ചാൽ അല്ലാത്ത രീതിയിലും ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എന്നാ പറയുന്നത്, ക്രിസ്തുവിനെ പ്രതിയും ഒറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു എക്സാമ്പിൾ, ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, ലോകത്തെ പ്രതി അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ എനിക്കുള്ളൊരു കുറവിനെ പ്രതിയാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് ഞാൻ ഒറ്റപ്പെട്ടതെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാവും. ഡെഫിനറ്റ്ലി എനിക്ക് വിഷമം ഉണ്ടാവും. ആ വിഷമത്തെ മറികടക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ ഇതേ ഞാൻ ക്രിസ്തുവിനെ പ്രതി ഇതേ ആളുകളിൽ നിന്ന് ഒറ്റപ്പെട്ടപ്പോഴത്തേക്കും വിഷമം ഉണ്ടായില്ല. എന്നാ കാരണം? ക്രിസ്തുവിനെ പ്രതി ആയതാണോ? അതാണ്. മറ്റത് ഞാൻ ഇങ്ങനെ പുറകോട്ട് പോയപ്പോൾ വീണു, കാര്യം പിടിക്കാൻ ആരുമില്ല. ഇത് ഞാൻ പുറകോട്ട് പോയപ്പോഴത്തേക്കും പിടിച്ചു, രണ്ട് കൈയിലും പിടിച്ചു. അതുകൊണ്ട് ഞാൻ വീണില്ല. ക്രിസ്തു എൻ്റെ രക്ഷകനാണ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ പ്രധാന ഒരു കാര്യം, ഈ ഒരു രക്ഷകൻ പിടിക്കും, വീണാലും പിടിക്കും. ഇപ്പം എനിക്ക് ബൈബിളിൽ ഒത്തിരി ഇഷ്ടമുള്ളൊരു ടീമുണ്ട്. നമ്മുടെ ഷദ്രാക്ക്, മെഷേക്ക്, അബ്നെദിഗോ എന്ന് പറഞ്ഞിട്ടൊരു 3 പിള്ളേരുണ്ട്, യൂത്തന്മാരാ. ഇപ്പം ഇവർ പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർക്കും. ആ ഒരു രാജാവിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നിപ്പം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും നമ്മൾ വിട്ടുകൊടുക്കുമല്ലോ കേട്ടോ എന്ന്. എന്നുവെച്ചാൽ അതൊരു വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമല്ലേ. അപ്പം ഇവരെ സംബന്ധിച്ചോളം ഇവർ വീഴാൻ പോകുന്ന അവസ്ഥയാണ്. ബാക്കിയുള്ള എല്ലാവരും വീണു, എല്ലാവരും താണു വണങ്ങി ആരാധിച്ചു. ഒരു പൈശാചികമായിട്ടുള്ളൊരു സംവിധാനത്തെ എല്ലാവരും ആരാധിച്ചു. ഇവർ സത്യദൈവത്തെ മാത്രം ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ടു. അപ്പം ലോകം കൊടുത്ത ശിക്ഷയാണ് തീച്ചൂളയിൽ എറിഞ്ഞത്. പക്ഷേ തൊട്ടില്ല. ഈ തീ കൂട്ടാൻ വേണ്ടി പോയവർ വരെ കരിഞ്ഞു പോയെന്ന് ബൈബിൾ പറയുന്നത്. പക്ഷെ ഇത് തീച്ചൂളയ്ക്കകത്ത് വന്നവർക്ക് ഒന്നും പറ്റിയില്ല. അവരുടെ വസ്ത്രത്തിൽ പോലും തീയുടെ ഗന്ധമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ക്രിസ്തു നോക്കും, ക്രിസ്തുവിനെ ആശ്രയിച്ച ക്രിസ്തു നോക്കും. അപ്പോൾ നമുക്ക് ഒരാളുടെ ഒരു മനുഷ്യൻ്റെ ഒരു ആശ്വാസവാക്കുകൾ നമുക്ക് വേണ്ടി വരില്ല. അപ്പം അഥവാ വേണ്ടി വന്നാൽ അതിനുവേണ്ടി ക്രിസ്തു 2 പേരെ തരും, അല്ലെങ്കിൽ കുറച്ച് പേരെ നമുക്ക് തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതാണ്. എവിടെയെങ്കിലും വീണ് പോകുന്നു അല്ലെങ്കിൽ എനിക്കൊരു ബൂസ്റ്റ് വേണമെന്ന് തോന്നുമ്പം നമ്മുടെ ഏതൊരു സുഹൃത്തുക്കളും വളരെ നാളുകൾക്ക് ശേഷം ഒരു കാര്യമില്ലായിരിക്കും ചുമ്മാ ചിലപ്പോൾ വിളിക്കും. ആ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ എന്തായിരുന്നു എൻ്റെ വിഷമം, ആ കോള് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് മറന്നു പോകുമായിരിക്കും ചിലപ്പോൾ. ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ യൂട്യൂബിലാണേലും അല്ലെ നമ്മുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും അല്ലെ പള്ളികളിലെ അച്ഛന്മാര് പറയുമ്പോഴെല്ലാം, അച്ഛന്മാരും അൽമാരും എല്ലാം പറയുമ്പോഴെല്ലാം അവര് പഴയ കാലഘട്ടത്തില് അവര് എക്സാമ്പിൾ ആയിട്ട് പറയും, പണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നു, അല്ലെ പിന്നെ ദൈവത്തിലെങ്കിലേക്ക് അല്ലെ ദൈവത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞെന്ന് പറയുന്നത്. അവരൊക്കെ കണ്ടു കഴിയുന്നത് 30, 35, 40 വയസ്സായി കഴിയുമ്പോഴാണ് അവരെല്ലാം ദൈവത്തെ കാണുകയും, കാരണം എല്ലാ അവരുടെ യൗവനവും അല്ലെ അവരുടെ ആ കാലഘട്ടം എല്ലാം കഴിയുമ്പോൾ 20s കാലഘട്ടം എല്ലാം കഴിഞ്ഞ് അവര് കുടിക്കും കുടിച്ചും എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴാണ് അവര് മാനസാന്തരപ്പെടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ
ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ ചോദിക്കുന്ന കാര്യമാണ്. നമ്മളും അപ്പൊ കുറച്ച് കഴിഞ്ഞ് ദൈവത്തിനെ കണ്ടാൽ പോരെ, അല്ലെ ദൈവത്തെ അറിഞ്ഞാൽ പോരെ, കുമ്പസാരമുണ്ട് കുമ്പസാരിച്ച് മാനസാന്തരപ്പെട്ടാൽ പോരെ, കുറച്ച് കഴിഞ്ഞ് ദൈവത്തിലെങ്കിലേക്ക് വന്നാൽ പോരെ എന്ന് ചോദിക്കുന്നവരോട് എന്തായിരിക്കും പറയാനായിട്ടുള്ളത്? ഇപ്പം എത്രത്തോളം സമയം എടുത്താലും എന്നാണേലും നമ്മളെല്ലാവരും എത്തേണ്ട ഒരു സ്ഥലം തന്നെയാണല്ലോ അത്. അപ്പം അതുകൊണ്ടായിരിക്കാം അതുങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. പിന്നെ രണ്ട്, നമ്മുടെ എല്ലാവരുടെയും സാക്ഷ്യങ്ങൾ, നമ്മുടെ പഴയകാല വീരോചിതമായ സംവിധാനങ്ങൾ ആദ്യം പുറത്തിറക്കിയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ അങ്ങനെ പറയരുത്. അങ്ങനെ പറയുന്നത് കൊണ്ടാണ് യൂത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിന്ത പോലും വരുന്നത്. നമ്മൾ ആൾക്കാരിൽ മറ്റത് ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന നല്ല ഉദ്ദേശത്തോടെ പറയുന്നതായിരിക്കാം. പക്ഷേ യൂത്ത് ചിലപ്പോൾ ഇങ്ങനെയും കൂടെ ചിന്തിക്കും. അതതിൻ്റെ ഒരു തെറ്റ്, അതിൻ്റെ പേഴ്സണൽ ആയിട്ടൊരു ഇതാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് പണ്ട് ഞാൻ ഗുണ്ടയായിരുന്നു, പണ്ട് ഞാൻ അതായിരുന്നു ഇതായിരുന്നു, ഇപ്പം ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞു എന്ന് അങ്ങനെ ഒരു സുവിശേഷത്തിൻ്റെ ആവശ്യമില്ലല്ലോ. കാര്യം അങ്ങനെ ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. പിന്നെ നീ അതെൻ്റെ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ് കേട്ടോ. ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എനിക്കത് ഒന്നും ഒബ്ജക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ എൻ്റെ പേഴ്സണലാണ്. ഞാൻ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ തിരുത്താറുണ്ട്. പക്ഷെ നീ ചോദ്യത്തിലോട്ട് വരുവാണെങ്കിൽ യൂത്തിനോട് ഇപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പം എൻ്റെ സാക്ഷ്യം, എൻ്റെ സുവിശേഷം, എൻ്റെ ഒരു ഗ്ലോറിഫൈയിങ് ആണെങ്കിൽ എനിക്ക് യൂത്തിനോട് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതിപ്പം ഞാൻ പണ്ട് അതായിരുന്നു, ഞാനിപ്പോൾ ഇതാണ്, ഞാൻ പണ്ട് അതായിരുന്നു, ഞാനിപ്പോൾ ഇതായിരുന്നു, ഈ ഞാൻ കയറി വരുന്നതിൽ തന്നെ അതൊരു സുവിശേഷമല്ല. അപ്പം ഈ ഞാൻ ഒഴിവാക്കി ക്രിസ്തുവിനെ മനസ്സിലാക്കിയതും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും തന്നെ യൂത്തിനോട് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല യൂത്ത് ഈ ചോദ്യം ചോദിക്കുന്നു. ഒന്ന്. ഇനി രണ്ട്, അഥവാ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിപ്പം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്ന ഒരു വാചകമുണ്ട്. നിങ്ങളുടെ പ്രായത്തിൽ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ഒരാൾ എനിക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒഴിവാക്കാൻ പറ്റാമായിരുന്ന പല കാര്യങ്ങളും എനിക്ക് ഒഴിവാക്കാമായിരുന്നു. ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ഞാൻ അറിയുന്ന അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ആർക്കാ സന്തോഷം വേണ്ടാത്ത? കുറച്ചുകൂടെ നേരത്തെ നിങ്ങൾക്ക് സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് പറയുന്നത്. അതിൽ എനിക്ക് ലാഭമില്ല. അത് നിങ്ങൾക്കുള്ള ബോണസാണ്. 30 വയസ്സ് വരെ വേണേൽ കാത്തിരിക്കാം. കടന്നു പോകാൻ പറ്റുന്ന എല്ലാ ഒരു ദുഷ്ടമായ രീതിയിലൂടെയും കടന്നു പോകേണ്ട എല്ലാ ഒരു കഷ്ടപ്പാടിലൂടെ വേണേൽ കടന്നു പോകാം. പക്ഷെ ഇതൊരു ഈസി വേ ആണ്. സുവിശേഷം ഞാൻ ഇന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് തിരിയാനാണ് പറയുന്നത്. ഇന്നായിരിക്കട്ടെ ആ ദിവസം, ഇന്ന് അത് കേട്ട് അത് ഗ്രഹിക്കാൻ തക്ക വിധം ആളുടെ മനസ്സ് തുറക്കുവാണെങ്കിൽ അവൻ അന്ന് മുതൽ ആ ഒരു സന്തോഷം അറിയും. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സുവിശേഷം എന്ന് പറയുന്നത് എന്നിലോട്ടുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്. ഇത് യൂത്തിന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും യൂത്തിൻ്റെ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് എനിക്ക് ഒഴിവായി നിൽക്കാൻ പറ്റത്തില്ല. കാര്യം അവർ ചോദിക്കുന്ന ഒരു റെലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് എനിക്ക് മാറാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. നിങ്ങളുടെ പ്രായത്തിൽ, എനിക്ക് ആ പ്രായത്തിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന പോലെ എനിക്കൊരാൾ പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം അനുഭവിക്കുന്ന, ഇപ്പം രുചിക്കുന്ന ആ ഒരു ക്രിസ്തുവിനെ എനിക്ക് അന്നു മുതൽ രുചിക്കാമായിരുന്നു. അതായിരിക്കും എൻ്റെ മറുപടി. അപ്പോൾ നമ്മൾ ഈ അത്ഭുതങ്ങളുടെ പുറകെ, അല്ലെ അത്ഭുതങ്ങൾ കൂടുതൽ, അല്ലെ മാനസാന്തരങ്ങൾ കൂടുതൽ പറയാതെ ക്രിസ്തുവിനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് ഒരു വിധത്തിൽ പരിഹരിക്കായിരിക്കും അല്ലേ? ഈ അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാനങ്ങനെ പൊതുവിൽ ഒരു അത്ഭുതത്തിൽ വലിയ കാര്യമായിട്ട് വിശ്വസിക്കാത്ത ഒരുത്തനാണ്. ഇപ്പം അത്ഭുതങ്ങൾ തെറ്റാണെന്നൊന്നുമല്ല കേട്ടോ, അത്ഭുതങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്നെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ ജീവിതമാണ് നിങ്ങൾ ചോദിക്കുന്നത്, അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് അത്ഭുതങ്ങളിൽ വലിയൊരു പ്രയോറിറ്റി ഞാൻ അത്ഭുതങ്ങൾക്ക് കൊടുക്കാറില്ല. ഒരു 1-2 കാരണങ്ങളുണ്ട്. അതായത് ഞാൻ ഒരിടത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥലത്ത് ഒരു പെങ്കൊച്ചുണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം കനാനായ കത്തോലിക്കരായിരുന്നു. അവരവിടുന്ന് മാറി ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയിലോട്ട് ചേർന്നു. കാരണം ഇത്രേ ഉള്ളൂ, ജന്മന അന്ധയായിരുന്ന അവരുടെ ഒരു റിലേറ്റീവ് അപ്പം ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോയതിന് ശേഷം കാഴ്ച കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര മിറാക്കിളായിരുന്നു, മെഡിക്കലി പ്രൂവ്ഡ് മിറാക്കിളായിരുന്നത്. അപ്പോൾ ഇവർ ഫുള്ളി കൺവേർട്ടായി. ഞാൻ അപ്പം ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമുള്ളൂ, ഈ കാഴ്ച പോയാലോ, ഈ കാഴ്ച തിരിച്ചു പോയാലോ, അവർ തിരിച്ച് ഇങ്ങോട്ട് മാറുമോ?
ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതല്ല. ഇപ്പം അത്ഭുതങ്ങളുടെ പുറകെ നമ്മളൊന്ന് സംസാരിച്ചുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ. ഈ അത്ഭുതങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഇതില്ലാതെ നമ്മുടെ വിശ്വാസം മുന്നോട്ട് പോകത്തില്ല. നമ്മൾ അത്ഭുതങ്ങളെക്കുറിച്ചല്ല പറയേണ്ടത്. സത്യമായ സുവിശേഷമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിനകത്ത് അത്ഭുതം മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ അകത്ത് നമ്മൾ അത്ഭുതങ്ങൾ ഉണ്ടാകുന്ന വാഗ്ദാനം കൊടുക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിനെ കൊടുക്കുവാണെങ്കിൽ നീ ഓർത്തിരുന്നോ, നിനക്ക് പീഡനത്തിൻ്റെ കാലം ഉണ്ടായിരിക്കും, നിനക്ക് ദുരിതത്തിൻ്റെ കാലം ഉണ്ടായിരിക്കും, നിനക്ക് എല്ലാവിധ തകർച്ചയും ഉണ്ടാവും. പക്ഷേ നിന്റെ അവസാനം നല്ലതായിരിക്കും. ജീവിച്ചിരിക്കുമ്പോൾ ഒരുത്തനെ ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. മരണം കൊണ്ടാണ് അവൻ ഭാഗ്യവാനാണ് അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സുവിശേഷം ക്രിസ്തുവിനെ കൊടുത്താൽ മതി. ക്രിസ്തുവിനെ കൊടുക്കുക, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ക്രിസ്തു എന്ന സത്യത്തെ മനസ്സിലാക്കി കൊടുക്കുക, അവൻ അത് രുചിക്കാനുള്ള അറിവ് പകർന്നു കൊടുക്കുക. അവനാണേലും അവളാണേലും ഇതാണ് ശരിക്കുള്ള ഉത്തരവാദിത്തം നമ്മളെ സംബന്ധിച്ചോളം. അപ്പോൾ നമുക്ക് വലിയ രീതിയിൽ പ്രസംഗിക്കാനുള്ള ഒരു കഴിവൊന്നും നമുക്ക് കാണത്തില്ലായിരിക്കും, അല്ലെങ്കിൽ അറിവ് നമുക്കുണ്ടായിരിക്കത്തില്ലായിരിക്കും. ഉണ്ടെങ്കിൽ നല്ലത്. ഒരാളൊരു ഒരു 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 ഡിബേറ്റിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പറയാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ അവിടെ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് യൂത്തിൻ്റെ ഇടയ്ക്കൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ളപ്പോഴത്തേക്കും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവർക്ക് മനസ്സിലാകും. ഇവരത് പറഞ്ഞ് തോപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത്. സുവിശേഷം പറയുമ്പോഴത്തേക്കും തോക്കാൻ വേണ്ടിയിട്ട് പറയുക, വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് സുവിശേഷം പറയുക. അങ്ങനെ പറയുമ്പോഴത്തേക്കും ഇപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇപ്പം നിങ്ങളുടെ കാര്യമാണേലും നിങ്ങളുടെ ഇതേ പ്രായത്തിലുള്ള വേറെ ഒരു കുറച്ച് പിള്ളേരെ എനിക്കും അറിയാം. അപ്പം നിങ്ങൾക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലാതെ ഇതേപോലെ വിശ്വാസത്തിലും തീപ്പൊരിയായിട്ട് നിൽക്കുന്ന പിള്ളേരുണ്ട്. ഇവർക്കൊക്കെ ചില വാക്കുകൾ മാത്രമാണ് സ്ട്രൈക്ക് ചെയ്തത്, ചില വചനങ്ങൾ മാത്രമാണ് സ്ട്രൈക്ക് ചെയ്തത്. അല്ലാതെ അത്ഭുതങ്ങളുടെ പുറകെയല്ല അവർ പോയത്. അത്ഭുതങ്ങളുടെ പുറകെ പോയ വിശ്വാസം നാളെ ഒരു അത്ഭുതം നടക്കാതെ വരുമ്പോഴത്തേക്കും സംശയിക്കും എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കേട്ടോ. ചേട്ടാ, പിന്നെ ഇങ്ങനെ കാണുന്നതാണ്, ഇങ്ങനെ ഈശോ നമ്മുടെ ബൈബിളിലൂടെ പറയുന്ന കാര്യങ്ങളല്ലാതെ ഇപ്പം ചില നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇപ്പം തിരികൊതിക്കുന്നു, മറ്റ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആചാരങ്ങൾ നടത്തുന്നു, നമ്മുടെ ഓരോരുത്തരെ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നടത്തുന്നതല്ല. ഇപ്പൊ ഈശോ പറയുന്ന അല്ലാത്ത വേറെ ഓരോ കാര്യങ്ങളിലേക്ക് അവർ ഫോക്കസ് ആവുന്നുണ്ട്. അപ്പോൾ സ്വന്തം എനിക്കിത് വേണം, അത് വേണം, അതിനുവേണ്ടി പോകുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇന്ന കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. അതൊക്കെയാണോ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്? അതോ നമ്മൾ ഈശോ പറയുന്നതല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ കേൾക്കേണ്ടത്? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നീ പറഞ്ഞത് തന്നെയാണ് എൻ്റെ ആൻസർ. ഈശോ പറഞ്ഞത് മാത്രമാണ് നമ്മൾ കേൾക്കേണ്ടത്. ഇപ്പം ഈശോ ബൈബിളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതിനേക്കാളും കൂടുതൽ ചെയ്യുമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പം സാമുവൽ നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറയുക, ഞാൻ അത്ഭുതപ്പെടണോ? എന്നെ കാര്യം നിന്റെ മാതൃഭാഷയാണത്. അതെ, അത് നിനക്ക് നന്നായിട്ട് അറിയാതെ ഏത് ആർക്കും മനസ്സിലാവും അല്ലേ? നീ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാര്യം വലിയൊരു അത്ഭുതത്തോടുകൂടി എൻ്റെ അടുത്ത് ഒരാൾ ഒന്ന് പറയേണ്ട കാര്യം എന്നാ? കർത്താവിൻ്റെ അസുഖം കർത്താവ് മാറ്റും. അതൊരു സിമ്പിളായ കാര്യമാണ്. അതല്ലല്ലോ അതിനകത്ത് വലിയ കാര്യം. കർത്താവ് അസുഖം മാറ്റുന്നതോ, കർത്താവ് രോഗം മാറ്റുന്നതോ, കർത്താവ് സാമ്പത്തിക ദോഷം എടുത്ത് മാറ്റുന്നതോ, കർത്താവ് മുടന്തരെ സുഖപ്പെടുന്നതോ ഇതൊന്നും അല്ല വലിയ കാര്യം. തളർവാദ രോഗിയോട് പറഞ്ഞു ഞാൻ നിന്റെ പാപങ്ങൾ ക്ഷമിക്കും, ഏതാ എളുപ്പം? നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടു എന്ന് പറയുന്നതോ അതോ എഴുന്നേറ്റ് നിന്റെ കിടക്കയിടത്ത് നടക്കുക, ഇത് ഏതാ എളുപ്പം എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. ശരിക്കും അവിടെ ഏതാ എളുപ്പം? അല്ലേ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് പറഞ്ഞാൽ മതി, അതാ എളുപ്പം. കാര്യം എന്ന് വെച്ചാൽ ആരും കാണുന്നില്ല. എണീറ്റ് കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും. അതുകൊണ്ടാണ് ഇവരുടെ ആ ഒരു സംവിധാനത്തിനെ മനസ്സിലാക്കിയിട്ടാണ് ഈശോ പറയുന്നത് നീ എഴുന്നേറ്റ് കിടക്കാം, അവന്മാർക്ക് മനസ്സിലാവട്ടെ. ഇത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാവുക എന്നത് അതിനെ നമ്മളൊരു, ഞാൻ പറയുന്നത് ശരിയാണെന്ന് അറിയത്തില്ല, അതിനെ നമ്മളൊരു വലിയ സംഭവമായിട്ട് കാണണ്ട. കാര്യം ഇത് ക്രിസ്തുവിൻ്റെ ക്യാരക്ടറാണ്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചം ഉണ്ടാവും. ഈ വെളിച്ചം വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ അന്ധകാരം മാറിപ്പോവും. അതാണ് ആക്ച്വലി നടക്കുന്നത്. എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാ അസുഖത്തിനും പ്രാർത്ഥിക്കണമെന്നല്ല. വൈദ്യനെ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാണല്ലോ അവർ ചികിത്സിച്ചാൽ മാറുന്ന അസുഖമുണ്ട്, പ്രാർത്ഥിച്ചാൽ മാറുന്ന അസുഖമുണ്ട്. രണ്ടും മനുഷ്യൻ മനസ്സിലാക്കണം. അപ്പം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. അത് അതിൻ്റെ ഒരു സ്വഭാവമാണ്. ക്രിസ്തുവിനോട് ചേരുമ്പം നടക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാര്യം ഞാൻ ഇപ്പം അന്ധകാരത്തിലാണ്, പ്രകാശം അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആ പ്രകാശത്തിൻ്റെ അടുത്തോട്ട് നടക്കും തോറും എൻ്റെ മുഖത്തെ ഇരുട്ട് മാറി, എൻ്റെ ദേഹത്തെ ഇരുട്ട് മാറി എനിക്ക് പ്രകാശം വരും. പ്രകാശം വരുമ്പോഴത്തേക്കും ഞാൻ വളരും. പ്രകാശം വരുമ്പോൾ എനിക്ക് കാഴ്ച കിട്ടും. എൻ്റെ കാഴ്ച കിട്ടുമ്പോഴും എൻ്റെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും ഉണ്ടാവും. ഇത് ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, ഇത് ഞാൻ ക്രിസ്തുവിൻ്റെ അടുത്തോട്ട് ചെന്നുകൊണ്ടാണ്.
പ്രാർത്ഥിച്ചിട്ട് മാറാത്ത എന്തോ രസമുണ്ട്. ഇത്ര കാലമായിട്ട് പലരും പലതിനും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് കേൾക്കുന്ന ക്രിസ്തു കേൾക്കാത്തതുകൊണ്ടാണോ? അല്ല, പുള്ളിക്ക് കാര്യം അറിയാം. ചില കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്, ചില കാര്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള അവസ്ഥകളുണ്ട്, അവസരങ്ങളുണ്ട്. അതും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്ക്, അവൻ നിന്നോടും ചേർന്ന് നിൽക്കും. നമ്മുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ മാറിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ച് കിട്ടത്തക്ക രീതിയിലത്തെ പ്രാർത്ഥനകൾ കൊണ്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മുടെ ആ ആവശ്യങ്ങളെ അനുസരിച്ചിരിക്കും. ഇപ്പം ഞാൻ വിശ്വാസത്തിലോട്ട് വന്ന ഒരു വലിയ അത്ഭുതം കണ്ടിട്ടാണ് ഞാൻ വിശ്വാസത്തിലോട്ട് വന്നെങ്കിൽ നാളെ ഈ അത്ഭുതം പിന്നെ എൻ്റെ ജീവിതത്തിൽ നടന്നില്ല, എൻ്റെ വിശ്വാസം കുറയും. ഇപ്പൊ ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ കിട്ടാത്തതുകൊണ്ടാണ് ഇവര് കുറെ വിശുദ്ധന്മാരുടെ അടുത്ത് പോകുന്നു, അവിടെ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നു, ഇവിടെ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നു. എടാ, അനുഗ്രഹം എന്നൊരു പ്രാർത്ഥിക്കണോ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിന്റെ അണ്ടർസ്റ്റാൻഡിങ് തന്നെ പ്രാർത്ഥിച്ചാൽ മാത്രം കിട്ടുന്നതാണ് അനുഗ്രഹം? അല്ലല്ല, ക്രിസ്തുവിന് മാത്രമേ അനുഗ്രഹം തരാൻ പറ്റുള്ളൂ. അല്ല, അപ്പം അങ്ങനെയാണെങ്കിൽ മറ്റു മതസ്ഥരുടെ അതിൽ നടക്കുന്ന അത്ഭുതങ്ങളൊക്കെ ആര് ചെയ്യുന്ന? ബെന്നി ഹിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ യൂട്യൂബിൽ കിടപ്പുണ്ടവർ, പുള്ളിക്ക് കോട്ടൊക്കെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞ ആൾക്കാരുടെ അസുഖമൊക്കെ മാറിയിട്ടുണ്ട് സയന്റിഫിക്കലി. വേറെ മറ്റു മതസ്ഥർ ഇപ്പം എന്നാ പറയുന്നത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ പറഞ്ഞു കേട്ടതാ, അവിടെ ഇപ്പൊ എല്ലാ വർഷവും പൊങ്കാല ഇടാൻ വരുന്നവരുടെ ആളുകളുടെ എണ്ണം കൂടുതലാ. എന്നാന്നറിയോ? ഈ വരുന്നവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. അനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് നീ പോയി പൊങ്കാല ഇട്, അനുഗ്രഹം കിട്ടും. അല്ലെങ്കിൽ ഒരു ശയന പ്രദർശനം ചെയ്യ്, അനുഗ്രഹം കിട്ടും. ഈ അനുഗ്രഹമാണ് നിന്റെ ഫോക്കസ് എങ്കിൽ അതിന് നീ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പക്ഷെ ക്രിസ്തുവാണ് നിന്റെ ഫോക്കസ് എങ്കിൽ നീ ക്രിസ്തുവിനെ പോലെ ആവാൻ വേണ്ടിയാ നിന്നെ വിളിച്ചേക്കുന്നത്. ഓരോ ക്രിസ്ത്യാനിയുടെയും ഓരോ മനുഷ്യന്റെ ഉത്തരവാദിത്തം ക്രിസ്തു ആവുക എന്നുള്ളതാണ്. ക്രിസ്തു ആവാനാണ് വിളിക്കപ്പെട്ടേക്കുന്നത്, അല്ലാതെ എന്റെ ചൊറി മാറാനും എന്റെ ചെരങ്ങ് മാറാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഈ അനുഗ്രഹത്തിന്റെയും അല്ലെ അത്ഭുതങ്ങളുടെയും പുറകെ പോകുന്നോണ്ടായിരിക്കുമോ ഈ കേരളത്തിൽ ഇപ്പോഴും ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടാത്തത്? ഒരു കാരണമാവാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഗ്രഹം നടന്നില്ലെങ്കിൽ വിശ്വാസം പോയില്ലേ. കാര്യം അവരുടെ അടിസ്ഥാനപരമായിട്ട് അവരുടെ വിശ്വാസത്തിന്റെ കോർ അനുഗ്രഹമാണ്. ഇപ്പം ഞാൻ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു, എനിക്ക് മാറാത്തൊരു അസുഖം മാറി. ഒരു ക്യാൻസർ എനിക്കുണ്ടായിരുന്നു, അത് മാറി എന്ന് വിചാരിക്കുക. ഇതേ ക്യാൻസർ ഇതേ സ്റ്റേജിലുള്ള വേറൊരാൾ അവിടെ പോയി പ്രാർത്ഥിച്ച് ചിലപ്പോൾ മാറുകയില്ല. ഇതൊന്നും നമ്മൾ സ്വിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലടാ. ഇതിപ്പോ ധ്യാന കേന്ദ്രങ്ങളിൽ അത്ഭുതം നടക്കുന്നു എന്ന് പറഞ്ഞത് നടക്കുന്നത് സത്യമാണ്. അത് എല്ലാ ധ്യാന കേന്ദ്രത്തിലും നടക്കുന്നുണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും നടക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നതാണ് ചോദ്യം. എത്ര ധ്യാന കേന്ദ്രങ്ങളുണ്ട്, എത്ര സ്ഥലങ്ങളിൽ എന്തോരം അത്ഭുതങ്ങൾ നടക്കും. ഇതൊക്കെ അത്ഭുതങ്ങളാണ്, ഇല്ലെന്നൊന്നും ആരും പറയുന്നില്ല. ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളുമായിട്ട് വരെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് സെലിബ്രിറ്റീസ്, അങ്ങനെ എന്തോരം ആൾക്കാരുണ്ട്. ഇവർക്ക് ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ ഒന്ന് പറയണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടാണല്ലോ, അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ലല്ലോ. കാര്യം ക്രിസ്തുവിനെ ഏറ്റു പറയുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി നാണക്കേടുള്ള കാര്യമാണല്ലോ. ഇപ്പൊ മോഹൻലാലിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര മുട്ടായിരിക്കാം നമുക്ക് എല്ലാവർക്കും. ക്രിസ്തുവിന്റെ ഒരു നല്ല സ്റ്റാച്ചു കൊണ്ട് അതിന്റെ മുന്നിൽ നിന്നൊരു സെൽഫി എടുക്കാൻ എത്ര പേർക്ക് കാണും ആഗ്രഹം? അല്ല, ഒരു പിതാവ് വരുമ്പോഴത്തേക്കും പിതാവിനോട് ഒന്നൊരു സെൽഫി എടുക്കാൻ എത്ര പേർക്ക് കാണുമായിരിക്കും ആഗ്രഹം? ഇത് മനുഷ്യൻ കൊടുക്കുന്ന വിലയല്ലേ? ഇത് മനുഷ്യൻ വില കൊടുത്താൽ നടക്കേണ്ട കാര്യങ്ങൾ നന്നായിട്ട് നടക്കും. ധ്യാനകേന്ദ്രത്തിൽ അത്ഭുതം നടക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇത്രയും വചനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും പ്രാർത്ഥനകൾ ഇടവിടാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തിൽ ക്രിസ്തുവിന്റെ ചൈതന്യം കാണും. ഇപ്പൊ നമ്മൾ 3 പേര് സംസാരിച്ചു, 2-3 പേര് എന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടി അവരുടെ മധ്യ ഞാനുണ്ടാവും. ക്രിസ്തു നമ്മുടെ ഇടയ്ക്കുണ്ട്. അപ്പൊ ഈ സമയത്ത് എൻ്റെ ഉള്ളിൽ വരുന്ന മാറ്റം നിനക്ക് മനസ്സിലാവത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാവത്തില്ലായിരിക്കാം. അതിന്റെ അർത്ഥം ഇവിടെ ക്രിസ്തു ഇല്ലെന്നോ അല്ല, ഇവിടെ അത്ഭുതങ്ങൾ നടക്കുന്നില്ലെന്നോ അല്ല, നമുക്കത് ഇന്ന് മനസ്സിലാവത്തില്ലായിരിക്കും. ഇത് ഈ സെയിം ലോജിക്ക് തന്നെയാണ് എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും ഉള്ളത്. ഈ പ്രാർത്ഥനയുടെ ആ ഒരു ചൈതന്യത്തിൽ നിൽക്കുമ്പോഴത്തേക്കും ആവശ്യക്കാരന് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അത് എങ്ങനെ പറയുന്നത്, ആർക്ക് എങ്ങനെ അങ്ങനെ ഇത് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അങ്ങേറെ കാര്യമാണ്, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങേർക്ക് കൊടുക്കും. ടാലന്റുകളുടെ ഉപമ എടുത്ത് അറിയാമോ? അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യം വന്നവർ അവസാനം വന്നവർ അങ്ങനെ സിമ്പിളായിട്ട് കൊടുത്തു, ഈക്വലായിട്ട് കൊടുത്തു, ഓരോ താലന്ത് വെച്ച് കൊടുത്തു. അത് ആരെ ചോദ്യം ചെയ്യുന്നത്? നമ്മളെന്തിനു പുറപുറത്ത ചോദിക്കും, സ്നേഹിത ഞാൻ നീതിമാനായിരിക്കുന്നതുകൊണ്ട് നിനക്ക് എന്തിൻ്റെ കേടാന്ന്? അത് ക്രിസ്തു കൊടുക്കുന്നതാണ്. അതിനെ അങ്ങനെ കണ്ടങ്ങ് തള്ളി മാറ്റുക എന്നുള്ളതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഈ അത്ഭുതങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നിടത്ത് നമ്മൾ പോകുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കണമെന്നില്ല. അപ്പൊ ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്യുന്നത് ക്രിസ്തുവിൽ നിന്ന് മാത്രമാണോ? അങ്ങനെയില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഇപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ബാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ കത്തോലിക്ക സഭയിലോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ധ്യാന കേന്ദ്രങ്ങളിലോ മാത്രമല്ല അത്ഭുതങ്ങൾ നടക്കുന്നത്. ചുമ്മാ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ അത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ഇവിടെ നടക്കുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ അപ്പുറം നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അനുഗ്രഹം തരാൻ ക്രിസ്തു വേണമെന്നില്ല, അനുഗ്രഹം ആർക്കും തരാം.
അനുഗ്രഹം ആർക്കും തരാം. നമ്മുടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ മ്യൂസിക് ക്ലാസ്സോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും പോകുമ്പോഴത്തേക്ക് ഈ വെറ്റിലെ അടക്കം വെച്ചിട്ട് ആ മാഷിൻ്റെ കാലെ പിടിക്കുന്നൊക്കെ ഇല്ലേ, അപ്പം മാഷ് അനുഗ്രഹിക്കാറുണ്ട്. അപ്പം മാഷിലുള്ളത് എന്താണോ അതിങ്ങോട്ട് പോരും. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു സാധനം എനിക്ക് നിനക്ക് തരാൻ വേണം, എനിക്ക് നിന്നെ അനുഗ്രഹിക്കുക, എന്നിലുള്ളത് നിനക്ക് കിട്ടുള്ളൂ. ക്രിസ്തുവാണ് അനുഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ക്രിസ്തുവിനെയാണ് കിട്ടുന്നത്. അത് കൈവെപ്പ് വഴി നമ്മുടെ അച്ഛന്മാരിലൂടെ നമുക്കത് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ക്രിസ്തുവിൻ്റെ ആ ഒരു പൊസിഷനെ ഇപ്പം ചുമ്മാ ഒരു എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് മനുഷ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലതും ചെയ്യുന്നത്. അപ്പത്തിന് വേണ്ടിയിട്ട്, സ്വത്തിന് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട്, അധികാരത്തിന് വേണ്ടിയിട്ട്. ഇതിന് അങ്ങനെ ഒരു 3 കാറ്റഗറി ആയിട്ട് തിരിച്ച് നമുക്ക് മനസ്സിലാവും. ഈ 3 മെയിനായിട്ട് മനുഷ്യന് വേണ്ട കുറച്ച് കാര്യങ്ങളെ ചോദിച്ചാണ് ക്രിസ്തുവിനെ പരീക്ഷിച്ചത്. അപ്പോൾ ഇതല്ല ഇവൻ്റെ കയ്യിലാണെന്നുള്ള കാര്യം ക്രിസ്തു നിഷേധിക്കുന്നില്ല. ഇവൻ്റെ കയ്യിലുള്ളത് ഇവന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാമെന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. ക്രിസ്തു നിഷേധിച്ചതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. അപ്പോൾ ഈ ഒരു പൈശാചികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനം കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് നമുക്ക് മാറ്റി നിർത്തി ക്രിസ്തുവിനെ മാത്രം കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനിൽ നിന്നുള്ള അവൻ്റെ ഭാഗത്തോട് നമ്മൾ തിരിഞ്ഞു നിൽക്കണം, ക്രിസ്തുവിനെ നോക്കി നിൽക്കണം. ഈ സംഭവിക്കുന്ന അനുഭവങ്ങളെല്ലാം ക്രിസ്തുവിൽ നിന്നാണെന്ന് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്? അല്ലെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടുന്ന് അത്ഭുതം കിട്ടി, അത് കാരണം അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ക്രിസ്തുവിൽ നിന്നാണെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ. ഉറപ്പ് പറയാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല, ഉറപ്പായിട്ടും പറ്റത്തില്ല. പക്ഷെ അത് ക്രിസ്തുവിൽ നിന്നാണോ അല്ലയോ എന്ന് അറിയാൻ നമുക്കൊരു വഴിയുണ്ട്. നല്ല വഴിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു വഴി ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം, അതായത് നാളെ ആ ധ്യാന കേന്ദ്രത്തിലെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ പേര് എനിക്ക് വിഷമം ഉണ്ടായ, അല്ലെങ്കിൽ എൻ്റെ മൈത്രി മൊത്തം, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു എല്ലാ കഷ്ടപ്പാടുകളും ആ ഒരു പർട്ടിക്കുലർ ധ്യാന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തോ എനിക്ക് അത്ഭുതം ഉണ്ടായ ആ ഒരു സ്ഥലത്തോടാണ് എനിക്ക് മൈത്രി എങ്കിൽ, ബാക്കിയുള്ളതിനെല്ലാം ഞാൻ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൽ നിന്നല്ല, ഉറപ്പായിട്ടുമല്ല. ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് എനിക്കൊരു അത്ഭുതം കിട്ടി, അപ്പം ഞാൻ പറയുക ഇവിടെ മാത്രമേ ശരിയുള്ളൂ, ബാക്കി മൊത്തം തെറ്റാ എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ആ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് എന്നെ അനുഗ്രഹിച്ചത് ക്രിസ്തുവല്ല. കാര്യം ക്രിസ്തു വിധിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, ഞാനിവിടെ ചെയ്യുന്ന വിധിയാണ്. പക്ഷേ എളുപ്പമാണ്. നമ്മുടെ സംസാരങ്ങളാണേലും നമ്മുടെ രീതികളാണേലും ക്രിസ്തുവിനോട് യോജിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ ഒറ്റ കാര്യമുള്ളൂ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് ഇണങ്ങുന്ന വിധത്തിലാണോ എൻ്റെ പെരുമാറ്റം, എൻ്റെ സംസാരം എന്ന് നോക്കിയാൽ മാത്രം മതി നമ്മൾ.